ഈശ്വര ഓഡിറ്റോറിയത്തിൽ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ സൗജന്യ ഭഗവത്ഗീത ക്ലാസിന് തുടക്കമായി. വി സഭാ പ്രസിഡന്റ് കെ പരമേശ്വരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അയ്യൂർ നളിനകുമാർ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ രവിശങ്കറിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനും ഇന്റർനാഷണൽ ട്രെയിനറുമായ സജി നിസാനാണ് ക്ലാസ് നയിക്കുന്നത്. വി സഭ ട്രഷറർ റെജി ഓടാശ്ശേരി സദസ്സിന് നന്ദിയും പറഞ്ഞു. എന്ന് നമുക്ക് തിരിച്ചറിയാം. മഹാത്മാഗാന്ധി മുതൽ നിത്യചൈതന്യ വരെ ആ നില നീണ്ടുപോവുകയാണ്. ഒരു കക്ഷത്തിൽ ഗീതയും മറുകക്ഷത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാലയും വെച്ചുകൊണ്ട് 140 രാജ്യങ്ങളിൽ സഞ്ചരിച്ച നടരാജഗുരു, ആ നടരാജഗുരുവിന്റെ ഗീതാ പഠന ക്ലാസ്സിൽ സായിപ്പന്മാർ അന്തം വിട്ടിരിക്കുന്ന കേട്ടത് മുഴുവൻ ഈ മഹാരാജ്യത്തിൻ്റെ അമൂല്യ സമ്പത്തായ ഭഗവത്ഗീതയുടെ ദർശന മഹിമയായി ഒരു സംസ്കാരത്തിൻ്റെ വലിയ ദാർശനികമായ മൂർഖഗാന്ധിയിലാണ് അറിവുള്ളവരും സായിപ്പന്മാരും ഉൾപ്പെടെ ലോകത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ ഭാരതത്തിൻ്റെ ദർശനത്തെ മുഴുവൻ പഠിക്കുകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായതെന്ന് കരുതുന്ന ഈ ഗ്രന്ഥം ഇംഗ്ലീഷുകാർ വിളിച്ചത് സോങ് ഓഫ് ഡിവൈൻ എന്നായിരുന്നു. പരിശുദ്ധമായ ഗീത. കുരുക്ഷേത്ര യുദ്ധത്തിന് നടുവിൽ വെച്ച് കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു സംശയമൊക്കെ തോന്നാം. ഇവിടെ യുദ്ധം പുറമേയല്ല അകമേയാണ് എന്ന വേദാന്ത ശാസ്ത്ര പരിചയമില്ലാത്തവർക്ക് ഗീതയുടെ പഠനം എളുപ്പമാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അർജുന വിഷാദ യോഗത്തിൽ ആരംഭിച്ച് മോക്ഷ സന്യാസ യോഗത്തിൽ 18 അധ്യായങ്ങളിലായി ഇത് മനുഷ്യനെ പൊളിച്ചടക്കി സംസ്കരിക്കുന്നു, പുതുക്കിയെടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതിൻ്റെ ഗരിമ എത്ര പേർ അറിയുന്നു എന്നുള്ളത് നമുക്കിനിയും കണ്ടെത്തേണ്ടിയിരിക്കും. കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ദർശന ഗരിമ എത്തിക്കേണ്ടത് അതുതന്നെയാണ് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ നടക്കുന്നത്. വി സഭ വിജ്ഞാന സഭ പ്രസിഡന്റ് പരമേശ്വരൻ അവർ, SNDP യൂണിയൻ വിജയൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ജോണി ചേട്ടൻ, സജി നിസാർ, വേദിയിൽ എല്ലാവർക്കും ഈ നന്ദിയെക്കാട്ടും പ്രധാനം ഈ ഈശ്വരൻ്റെ അവതാരങ്ങളുടെ അത് വിശകലനം ചെയ്ത് പറയുക എന്ന ലക്ഷ്യത്തോടെ കേൾക്കുമെന്ന് നിങ്ങളെ അവർക്കും എൻ്റെ നന്ദി. അപ്പോൾ എല്ലാ സമയത്തും വേണ്ടത്ര കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക സാറിനാണ്. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. ഏതാണ്ട് 25 കൊല്ലം മുമ്പ് കേരളത്തിലെ ആദ്യത്തെ ടീച്ചറായിട്ടുള്ള ലളിത മാഡം എൻ്റെ അടുത്ത് നിന്നാണ് സജി സാറ് ആദ്യത്തെ ഹാപ്പിനെസ് പ്രോഗ്രാം ചെയ്യുന്നത്. അതിനുശേഷം സജി സാറിൻ്റെ മാതാവ് ലിൻഡുമാനി എന്നാണ് ഞങ്ങൾ വിളിക്കുക. ലിൻഡുമാനി ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ അമ്മയെ ആക്കാൻ പോക്കായിരുന്നു പലപ്പോഴും പതിവ്. അങ്ങനെയാണ് ഇതിലേക്ക് വരാൻ കാരണമായത് ശരിക്കും. അതിനുശേഷം സാവകാശം ടീച്ചറായി. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 10-25 കൊല്ലമായിട്ട് ഈ മേഖലയിൽ മുടിചൂടാ മന്നനായിട്ട് ഇങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് വിദേശത്തുമൊക്കെ, അതുകൊണ്ടാണ് മുടിചൂടാ മന്നൻ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10 വർഷത്തിലേറെ ആയിട്ടുണ്ട് സാറ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥത്തിലേക്ക് തിരിയാൻ കാരണം. അതിന് വളരെ കാരണമുള്ള ഒരു കഥയുണ്ട്. എനിക്കറിയാം, ഞാനത് പറയണേയില്ല, അധിക പ്രസംഗമൊന്നും എന്നുള്ളതുകൊണ്ട്. കാരണം സാറത് സംസാരത്തിനിടയിൽ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളതുകൊണ്ട് ഞാനത് വിടുന്നു. പക്ഷെ ഞാൻ സാറിൻ്റെ ഒട്ടേറെ സെഷൻസ് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് 1-2 കാര്യങ്ങളാണ് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ആമുഖമായിട്ട് എനിക്ക് പറയാനായിട്ട് താല്പര്യമുള്ളത്. ഒന്ന്, ഈ വിഷയത്തിൽ മാത്രമല്ല, സാർ എന്ത് വിഷയം എടുക്കാൻ ഉദ്ദേശിക്കുന്നു അതിനെക്കുറിച്ച് വളരെ വളരെ ഗംഭീരമായിട്ട് ഗവേഷണം നടത്തും, പഠനം നടത്തും. അതാണ് ഞാൻ സാറിന് കണ്ടുള്ള ഏറ്റവും അനുകരണീയമായിട്ടുള്ള പാണ്ഡിത്യം എന്ന് പറയുന്നത്. ഒരു പ്രഭാഷണം നടത്തണമെങ്കിൽ
പ്രഭാഷണം നടത്തണമെങ്കിൽ ആ വിഷയം എന്താണോ ആ വിഷയത്തെക്കുറിച്ച് വളരെ അവഗാഹത്തോടെ പഠിക്കും. ഇതിനിടെ കൂടി എൻ്റെ അറിവനുസരിച്ച് സംസ്കൃതത്തിലാണ് ഈ ശ്ലോകങ്ങൾ എന്നുള്ളതുകൊണ്ട് ചില ആൾക്കാരുടെ പോയി ഇത്തിരി സംസ്കൃതം ഇവിടെ പഠിച്ചു. ഇന്ന് മുതൽ അടുത്ത 3 ദിവസം, മൊത്തത്തിൽ 4 ദിവസം ഇതൊരു യജ്ഞമണ്ഡപമായി മാറാൻ പോവാണ്. ഇവിടെ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് സാധ്യമാവാൻ പോവാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചാലോ? റെഡി? ശ്രീകൃഷ്ണ